Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടല വറുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കടല വറുത്തത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കടല നന്നായിട്ട് നമുക്കൊന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഈ കടല ഒന്ന് തുടച്ചെടുക്കുകയാണ്. കാരണം നമ്മളിത് കഴുകി ഉണക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ പൊട്ടി കിട്ടില്ല കടല. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ നനഞ്ഞ തുണി കൊണ്ട് ഈ കടലയൊന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള കടലകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ കടലയെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലെ അഴുക്കെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഉപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് കടലയിട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള ഉപ്പിലേക്ക് വേണം കടലയിട്ട് വറുത്തെടുക്കാൻ. പിന്നെ കടല ഇടുമ്പോഴും കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു 1/4 ഭാഗം കടല മാത്രം ഇതിലേക്ക് ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കടല നല്ല പൊട്ടി വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കടല വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടുള്ള ഉപ്പിലാണ് നമ്മൾ കടല വറുത്തെടുക്കുന്നതെങ്കിൽ കടലയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് പൊട്ടി വരികയും ചെയ്യും. നമ്മൾ കടകളിൽ നിന്ന് ഈ കപ്പലണ്ടി വറുക്കുന്ന അവിടെ നിന്ന് തന്നെ നമ്മൾ കടല വറുത്തതും വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കടല വറുത്തത് തയ്യാറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കടല വറുത്തത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കൈവിടാതെ തുടരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ എല്ലാ ഭാഗത്തേക്കും കടല നന്നായിട്ട് പൊട്ടി കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കടല പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊട്ടി വരുന്ന ആ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കടല നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാകത്തിന് നമ്മൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു പാകത്തിന് നമുക്ക് ഈ ഉപ്പിൽ നിന്ന് കടല കോരി മാറ്റാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കടല കരിഞ്ഞു പോവും. അപ്പോൾ ഈ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടല വറുത്തത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ മിക്കവർക്കും കടല വറുക്കാൻ നേരത്ത് ഇതേപോലെ റെഡിയായി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ കടല വറുത്തത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഉപ്പിൽ നമ്മൾ കടല വറുത്തതിന് ശേഷം ഈ ഉപ്പ് മാറ്റി വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിലും ഈ ഉപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. കപ്പലണ്ടി ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ കപ്പലണ്ടിയും വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള കടലയും നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട്. വറുത്ത് കടലയൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതിൽ നിന്ന് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കോരി മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടല വറുത്തത് നമുക്ക് തയ്യാറായി കിട്ടും. ഇപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും കടല ഒരുപാട് ബാക്കിയുണ്ടാവും. എൻ്റെ വീട്ടിൽ തന്നെ 4 കിലോ കടല ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കടലയുടെ റെസിപ്പീസ് ഞാനും ഇടയ്ക്കൊക്കെ കടലയുടെ റെസിപ്പീസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കൊടുക്കാനും ഉണ്ടാക്കാനും നല്ല എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികളാണെങ്കിലും ഇഷ്ടത്തോടു കൂടി ഇത് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കിയുള്ള കടലകളും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടല വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.